നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി ഹൈഡ് ചെയ്യുന്ന ഫീൽ എന്താണ്, അവരുടെ മനസ്സിനകത്ത് എന്ത് ഫീലാണുള്ളത്, അതെന്താണ് അവർ ഹൈഡ് ചെയ്യുന്ന ആ ഒരു ഫീലിങ്സ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിത് ഏത് വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത്, ആരായാലും ആ ഒരു പേഴ്സണെ മനസ്സിൽ ധ്യാനിച്ച് അവരുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഏറ്റവും റെസണേറ്റ് ആവുന്ന ഏറ്റവും നല്ലൊരു റീഡിങ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ബന്ധങ്ങളിലും എന്തൊക്കെ മാറ്റമാണോ വരുത്തേണ്ടത്, എങ്ങനെയായിരിക്കണം ഇനി മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ ലൈഫ്, അത് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത് ഒരു മാനിഫെസ്റ്റേഷൻ എനർജിയോടുകൂടി അഫർമേഷൻസ് ആയിട്ട് എഴുതുക. അക്ഷരങ്ങളുടെ മാജിക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. ഞാൻ നിരന്തരം പറയുന്നത് നിങ്ങളത് കണ്ടിന്യൂ ചെയ്യണം. തീർച്ചയായിട്ടും നമ്മൾ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്ന ആ ഒരു മനസ്സിൽ എപ്പോഴും ചിന്തിക്കുന്നതിനേക്കാളും ഏറ്റവും പവർഫുള്ളാണ് നമ്മൾ എഴുതുന്ന കാര്യത്തിൽ എന്നുള്ളത് മനസ്സിലാക്കുക. എഴുതുമ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് അത്ര ശക്തമായിട്ട് പതിയുകയും അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് കണക്റ്റഡ് ആവുകയും ചെയ്യും. അതുകൊണ്ടാണ് അഫർമേഷൻസ് എഴുതുക എന്ന് എപ്പോഴും പറയുന്നത് കേട്ടോ. 2026 നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കണം. നിങ്ങളിലൊരു മാറ്റം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരൂ. വേറെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എന്തു വേണം, എന്തു വേണ്ട, ഏത് സിറ്റുവേഷൻസിൽ നിന്ന് പുറത്ത് കടക്കണം, എന്ത് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥായി ഭാവത്തോടു കൂടി നേടിയെടുക്കണം, ഇതെല്ലാം തീരുമാനിക്കേണ്ട നിങ്ങളാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നിങ്ങളുടെ റിലേഷനെയും സിറ്റുവേഷൻസുകളെയെല്ലാം വളരെ ക്ലിയറൻസ് ആയിട്ടൊരു ഗൈഡൻസ് തേടാൻ ശ്രമിക്കുക. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സ് റെസണേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം. നിങ്ങളോട് അവർ ഹൈഡ് ചെയ്യുന്ന ഒരു ഫീലിങ്സ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഹാങ്ക്ഡ്മാൻ്റെ എനർജിയാണ് കേട്ടോ. അവരുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളെയും അവർ മറച്ചു പിടിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ നിങ്ങളോട് വളരെയധികം സ്നേഹവും റെസ്പെക്റ്റും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോട് വളരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, അതായത് അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതെല്ലാം അവരെ സംബന്ധിച്ച് അവർ ഹൈഡ് ചെയ്ത് വെക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്താ പറയുക, ഒരു ഒളിച്ച് വെക്കുന്ന, അതായത് അവരുടെ വിധിയെ അവർ കണക്റ്റ് ചെയ്യുന്നു. ഇതെൻ്റെ വിധിയാണ് എന്നുള്ള ഒരു എനർജിയോട് കൂടി അവർ കണക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഗൗരവമായിട്ട് അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ സംഭവിച്ച പാസ്റ്റിലെ കാര്യങ്ങളെ അവർ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇനി എന്തായിരിക്കും ഫ്യൂച്ചർ എന്നുള്ള ആ ഒരു എനർജി അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം അവരെ കണക്റ്റഡ് ആയിരുന്നു, നിങ്ങൾ എത്രത്തോളം ഇമോഷണലി ആ വ്യക്തിക്ക് വാല്യൂ കൊടുത്തിരുന്നു. നിങ്ങൾ പലവട്ടം നിങ്ങളെ റിജക്റ്റ് ചെയ്തപ്പോഴുമെല്ലാം നിങ്ങൾ വീണ്ടും ഓരോ രീതിയിൽ അവരെ ഇമോഷണലി കണക്റ്റ് ചെയ്തിരുന്നതായിട്ടും, ആ ഒരു സ്നേഹം നിങ്ങൾ നൽകിയിരുന്ന ഒരു പ്രസൻസിനെ അവർ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ നിങ്ങളിൽ നിന്നും റിജക്റ്റ് ചെയ്ത, നിങ്ങളോട് നോ പറഞ്ഞൊരു സിറ്റുവേഷൻസും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം ഇപ്പോൾ അവർക്ക് വല്ലാതെ ഒരു ഫീലിങ്സ് എനർജിയിലാണ് നിൽക്കുന്നത്. അവരുടെ തെറ്റു മനസ്സിലാക്കിയിരിക്കുന്നു. അവർ സ്വയം ശിക്ഷിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്നു. അവരൊരു തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ശരി, എന്താണ് തെറ്റ്, എങ്ങനെയായിരുന്നു അവരായിരിക്കേണ്ടിയിരുന്നത്, അവർ ആക്ഷൻ എടുക്കാതെ പോയത്, ഇതെല്ലാം അവരെ വല്ലാതെ മാനസികപരമായിട്ട് സ്റ്റക്കാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു എനർജിയിലേക്ക് നോക്കുമ്പം അവരുടെ ഇമോഷണലി അവർ വളരെയധികം ലോസ് എനർജി ാണ് നിൽക്കുന്നത്. അതായത് ഒരു ഒന്നുമില്ലാതെ, ഒരു ശൂന്യതയിൽ, ഒരു സീറോ എനർജിയിലാണ് അവരിപ്പോൾ കറൻറ്റിലി നിൽക്കുന്നത്. അവരുടെ ഹെൽത്തും വെൽത്തും എല്ലാം ബ്ലോക്കായിട്ട് നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അല്ലാതെ ഒരു ട്രോമ എനർജിയിലാണ്. അവർക്ക് ഒന്നേന്ന് അവരുടെ ജീവിതത്തെ കെട്ടിപ്പടുത്തുയർത്തേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും നമ്മളുടെ ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം പറയാൻ പറ്റുന്നത്,
അവരെ സംബന്ധിച്ച് അവർ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നു. ഒരു പക്ഷേ അവർക്ക് കുറച്ച് ഈഗോ ഉണ്ടാവാം, അല്ലെങ്കിൽ അവർക്കൊരു ജലസി ഫീലിങ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് വല്ലാതെ ഒരു എന്താ പറയുക, നിങ്ങളിലേക്ക് എങ്ങനെ വരും, എങ്ങനെ നിങ്ങളെ ഫേസ് ടു ഫേസ് കണക്റ്റ് ചെയ്യുമെന്നുള്ളൊരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു ഇതുണ്ട് അവർക്ക്. ജലസി എനർജി വളരെ സ്ട്രോങ് ആയിട്ട് അവരിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ അവർ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ ഒന്ന് കോള് ചെയ്താലോ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചൊന്ന് അറിഞ്ഞാലോ, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് മീറ്റപ്പ് ചെയ്താലോ, ഒന്ന് നേരിട്ട് കണ്ട് കമ്മ്യൂണിക്കേഷൻ, അതൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് വല്ലാതെ ഒരു എന്താ പറയുക, അവരെ പിന്നിലേക്ക് വലിക്കുന്നു. അവർക്കൊരു ആത്മാഭിമാനം അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കുറ്റബോധം എല്ലാവരിലും വളരെ ശക്തമായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പേജ് ഓഫ് സോഴ്സിൻ്റെ എനർജി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ടോക്സിക് ആയിരുന്നു നിങ്ങളുമായിട്ടുള്ള ഒരു എനർജിയിലേക്ക് നോക്കുമ്പം പാസ്റ്റിലെ അവസ്ഥ വളരെ ടോക്സിക് എനർജി ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വരിഞ്ഞു മുറുക്കിയ ഒരവസ്ഥയായിരുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു എനർജിയിൽ നിന്ന് പുറത്തു പോകാനും പറ്റുന്നില്ല, എന്നാൽ ആ സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റുന്നില്ല. നിങ്ങൾ വല്ലാതെ ഈ ഒരു റിലേഷനിൽ ഒരു സ്റ്റക്ക് എനർജിയിൽ എന്ത് ചെയ്യണമെന്ന് സ്തംഭിച്ച് നിന്ന സിറ്റുവേഷൻസുകൾ ഉണ്ടാവാം പാസ്റ്റ് എനർജിയിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നിലുള്ള പല കാര്യങ്ങളും, പല അവസരങ്ങളും, നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ലോസ് സംഭവിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടങ്ങളിലേക്ക് നിൽക്കേണ്ടി വന്ന, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കയറ്റമില്ലാതെ ഒരു ഉയർച്ചയില്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങളെ വിട്ട ഒരു റിലേഷൻ്റെ എനർജി നമുക്ക് ഈ ഒരു എനർജിയിൽ കാണുന്നുണ്ട്. ഒരുപാട് ടോക്സിക് സിറ്റുവേഷൻസ് ഇതിനകത്തുണ്ടായിരുന്നു. എപ്പോഴും നിങ്ങളെ ബ്ലോക്ക് ചെയ്ത്, അതായത് ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റഡ് ആണ്, എന്നാൽ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഒരു ബ്ലോക്ക് എനർജി ആയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു രീതിയിലും നല്ലതാണെന്നും പറയാൻ പറ്റില്ല, ചീത്തയാണെന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ ഈ ഒരു ബന്ധം പാസ്റ്റ് കടന്നു പോയതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ശരിക്കും നിങ്ങൾ സ്നേഹത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്ത് എല്ലാ സിറ്റുവേഷൻസിനെയും അഡ്ജസ്റ്റ് ചെയ്ത് സഹിച്ച് നിന്നതുപോലെ ഇനി അവർ നിൽക്കേണ്ടി വരും എന്നവർ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. അവരുടേതാകുന്ന ഒരു രീതിയിലും അവരെന്തൊക്കെ രീതിയിൽ പവർ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചോ അതൊന്നും ഇനി ഫലമില്ലാതെ, അല്ലെങ്കിൽ അതിനൊന്നും ഒരു വാല്യൂ ഇല്ലാത്ത അവസ്ഥയിലേക്ക് അവരുടെ ലൈഫ് മാറിക്കൊണ്ടിരിക്കുന്നു, ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് അവർ സ്ട്രഗിൾ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കും. എന്താണെങ്കിലും ഇതിനകത്തുള്ളൊരു എനർജി എന്ന് പറയുന്നത് നിങ്ങളെ അവർ ഒരു കപ്പ് ഓഫ് ലവുമായിട്ട്, സ്നേഹത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രസൻസ് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു. ചെറിയ രീതിയിലൊക്കെ ഒരു ഇമോഷണലി മാനിഫെസ്റ്റേഷനൊക്കെ നടത്തുന്നു എന്നൊക്കെ തന്നെ നമുക്ക് പറയേണ്ടി വരും. അവർക്ക് നിങ്ങളിപ്പോൾ അവരുടെ ഒരു പാഷനാണ്. അവരെ സംബന്ധിച്ച് അവർക്കൊരു അത്ഭുതകരമാകുന്ന, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് അവർ കാണേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൂടാതെ തന്നെ ടെമ്പറൻസ് എനർജിയുടെ പ്രസൻസ് ഉണ്ട്. ഇംബാലൻസിങ് എനർജിയിൽ നിന്നും ബാലൻസിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നു. അവർക്ക് വേണ്ടതൊരു സമാധാനപരമാകുന്ന പോസിറ്റീവായ ഒരു അന്തരീക്ഷമാണ് എന്നുകൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ അവർക്ക് പറ്റിയ തെറ്റുകളെ അവർ തിരുത്താനും തയ്യാറായിരിക്കും കേട്ടോ. ഫാമിലി എനർജിയിലേക്കൊക്കെ നോക്കുമ്പോൾ അവരിൽ വന്ന എല്ലാ മിസ്റ്റേക്കുകളും അവരിന് ക്ലാരിറ്റി വരുത്തും, ക്ലിയർ ചെയ്യും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 6 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് തിരിച്ച് തരും അവരത് ആഗ്രഹിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. ഒരു ഇംബാലൻസിങ് എനർജി ഉണ്ട്, അവർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അതായത് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, ആ ഒരു പ്രോബ്ലംസ് ഉണ്ട്. എങ്ങനെ ഇത് കാര്യങ്ങൾ തുടങ്ങും, എങ്ങനെ ബ്ലോക്കുകൾ മാറ്റി നിങ്ങളിലേക്ക് വരും. ഒരു പക്ഷേ അവർ പാസ്റ്റിലേക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് അവരുടെ ഏറ്റവും ഈഗോ, എത്രത്തോളം ഈഗോയോടുകൂടി അവർ നിങ്ങളോട് പെരുമാറാമോ അത്രത്തോളം പവർഫുള്ളായിട്ട് നിങ്ങളെ ചവിട്ടി അരച്ച സിറ്റുവേഷൻസ് വരെ നമുക്കിവിടെ പറയാൻ പറ്റും, വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും. അപ്പോൾ ആ സിറ്റുവേഷൻസിൽ നിന്നും ഇപ്പം നിങ്ങളിലേക്ക് വന്ന് ചേരണം. ഒരു ഹെൽത്തി എനർജി വേണം, പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കാണണം. ഇതെല്ലാം അവർ ചിന്തിക്കുന്ന സമയത്ത് ഒരു ഇംബാലൻസിങ് എനർജിയാണ്. എങ്ങനെ എവിടെ നിന്ന് തുടങ്ങുമെന്നുള്ളൊരു കൺഫ്യൂഷൻ അവരെ വല്ലാതെ പിടികൂടുന്നുണ്ട്. മാത്രവുമല്ല നിങ്ങൾക്കിടെ മുന്നിൽ അവർക്കൊരു പ്രയോറിറ്റി ഉണ്ടോ, നിങ്ങൾ അവർക്കൊരു വാല്യൂ ഇനി കൽപ്പിക്കുമോ. അതായത് പാസ്റ്റിൽ നിങ്ങൾ എത്രത്തോളം ഹെൽത്തി റിലേഷനായിട്ടാണോ ഈ ഒരു ബന്ധത്തെ കണ്ടത്, അത് ഇനി തിരിച്ചുണ്ടാകുമോ എന്നുള്ളൊരു
ഭയവും കൺഫ്യൂഷനും അവരിൽ വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അവർ ഹൈഡ് ചെയ്യുന്നു. ഹാർട്ട് ബ്രോക്കൺ, ശരിക്കും നിങ്ങൾക്ക് ഇവർ പെയിൻ തന്നിട്ടുള്ള വ്യക്തികളാണ്. പല രീതിയിൽ നിങ്ങൾ ഒന്നിലധികം പ്രാവശ്യം ഈ പേഴ്സൺ ചീറ്റിംഗ് ചെയ്തിട്ടുമുണ്ട്. അതിനകത്തൊന്നും യാതൊരു സംശയവുമില്ല. ശരിക്കും ഹാർട്ട് ബ്രോക്കൺ, ഇമോഷണൽ പെയിൻ, കൺഫ്യൂഷൻ, ഇതെല്ലാം നിങ്ങളിൽ കുത്തി നിറച്ചിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആയിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ബന്ധമായിരുന്നു നിങ്ങളുടെ റിലേഷൻ എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വാല്യൂ ചിന്തിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ നിങ്ങളിലേക്കൊരു കപ്പ് ഓഫ് ലവുമായിട്ട് വരേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കാണ് അവരുടെ മൈൻഡ്, ഇപ്പം അവരുടെ ചിന്തകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് പോലെ, അതായത് ഒരിക്കലും ഇത് എത്രയൊക്കെ ശ്രമിച്ചാലും, ഏതൊക്കെ രീതിയിൽ വിട്ടുപോകാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും അവസാനം കറങ്ങിത്തിരിഞ്ഞ് നിങ്ങളുടെ ഓർമ്മകളിലേക്ക് വന്ന് ചേരേണ്ടി വരുന്നു എന്നുകൂടി അവർ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരു രീതിയിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ പ്രസൻസ്, സോൾമേറ്റിൻ്റെ ഒരു പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ട് ഇതിനകത്തുണ്ട്. കുറച്ച് ആളുകളുടെ എനർജിയിലേക്കൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിൽ തൊട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടായിരുന്ന, അറിഞ്ഞും മനസ്സിലാക്കിയും കടന്നുപോയ ബന്ധങ്ങളായിട്ട് നമുക്ക് പറയേണ്ടി വരും. അതുപോലെ ഒരുപാട് സ്നേഹവും ഒരു പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഒരു റെസ്പെക്റ്റിൻ്റെ ഒക്കെ ഒരു പൂക്കാലം തന്നെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന സമയവും, അല്ലെങ്കിൽ ഒരിക്കൽ പോലും നിങ്ങൾക്കിടയിൽ ഇതുപോലുള്ള പ്രോബ്ലംസുകളിലേക്കോ ഒരു ചീറ്റിംഗ് പ്രസൻസിലേക്കോ വരുമെന്ന് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെയൊക്കെ കടന്നുപോയൊരു സമയം നിങ്ങളുടെ എനർജിയിലുണ്ട്. അതെല്ലാം അവരിപ്പം കറൻ്റ്ലി ചിന്തിക്കുന്നുണ്ട്. കഴിഞ്ഞുപോയ എല്ലാ കാര്യങ്ങളും, നന്മയും തിന്മയും എല്ലാം അവർ ശരിക്കും ചിന്തിച്ച് ആഴത്തിൽ അറിയുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുപോലെ തന്നെ ഫുൾ എനർജിയാണ് അവരുടെ മനസ്സിനകത്ത്. നിങ്ങളെ അവർ എത്രത്തോളം കൺട്രോൾ ചെയ്തോ, ശരിക്കും നിങ്ങളെ അവർ കൺട്രോൾ ചെയ്തിരുന്നു, അവരുടെ ഇഷ്ടത്തിനൊത്ത് നിങ്ങളെ ഉപയോഗിച്ചിരുന്ന സിറ്റുവേഷൻസ് ആണ് നമുക്കിതിൽ പറയാൻ പറ്റുന്നത്. ആ സിറ്റുവേഷൻസിൽ നിന്നും അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ന്യൂ ബിഗിനിങ്, പുതിയ തുടക്കത്തിന് തയ്യാറാണ്. ഒരു പക്ഷേ ചിലരുടെ എനർജിയിൽ ഫാമിലിയുടെ, പേരൻസിൻ്റെ, മറ്റു നമ്മളുടെ റിലേഷൻഷിപ്പുകൾ, മറ്റു പലരുടെയും എനർജികൾ ഈ ഒരു റിലേഷനിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ ഇതിനകത്ത് മറ്റുള്ളവർ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട മറ്റു പലരുടെയും കൈകടത്തലുകളും ഉണ്ടായിട്ടുണ്ടാവാം ബന്ധത്തിനകത്ത്. എന്താണെങ്കിലും ഫാമിലിപരമാകുന്ന ചില കാര്യങ്ങൾ ഈ ഒരു റിലേഷനിൽ നന്മയായിട്ടും തിന്മയായിട്ടും ഭവിച്ചതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്താണെങ്കിലും അതിനെല്ലാം മാറ്റി വെച്ചൊരു പുതിയ തുടക്കത്തിന് അവർ തയ്യാറാണ്. ശരിക്കും അവർ ഹാർട്ട് ബ്രോക്കൺ എനർജിയിലാണ്. അവർ ശരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അവരുടെ ഈഗോയൊക്കെ മാറി അവരെ സംബന്ധിച്ച് ഇമോഷണലി ഇപ്പോൾ ഒരു പെയിൻ എനർജിയിലേക്കാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച്, അതായത് അവരുടെ ഒരു ഏറ്റവും നല്ല ഒരു ചേർത്ത് നിർത്താൻ പറ്റുന്ന, വിശ്വസിക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കംഫോർട്ട് എനർജി ഉണ്ടായിരുന്ന ബന്ധം നിങ്ങളും അവരും തമ്മിലായിരുന്നു. നിങ്ങളും അവരും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞ ഒരു ബ്ലെസ്സിങ്സ് എനർജി ആയിരുന്നു, പോസിറ്റീവ് ആയിരുന്നു എന്നുള്ളതും അവരിപ്പോൾ വളരെ പെയിനോട് കൂടി, അതായത് ഹൃദയം പൊട്ടുന്ന ആ ഒരു നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദന, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ നൽകിയ ആ ഒരു ഇമോഷണൽ പെയിന് ഇപ്പോൾ അവരിലേക്ക് കണക്റ്റഡ് ആകപ്പെട്ടിരിക്കുന്നു. അവരത് മനസ്സിലാക്കി ആ ഒരു പെയിൻ അവരനുഭവിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, നിങ്ങളെപ്പോഴും അവരെന്തെല്ലാം പറഞ്ഞാലും നിങ്ങൾ അവരിൽ കണക്റ്റഡ് ആയിരുന്നു. ഇമോഷണലി നിങ്ങളെപ്പോഴും എത്രത്തോളം നിങ്ങളെ തകർത്താലും, എത്രത്തോളം നിങ്ങൾക്ക് വാല്യൂ കൽപ്പിക്കാതിരുന്നാലും അതെല്ലാം മറന്നു വീണ്ടും വീണ്ടും നിങ്ങൾ ഈ ഒരു വ്യക്തിയിലേക്ക് കണക്റ്റഡ് ആവുമായിരുന്നു. ഇമോഷണലി നിങ്ങൾക്ക് ഭയങ്കരം ഒരു അറ്റാച്ച്മെൻറ്റ് ഇവരോട് ഉണ്ടായിരുന്നു. കാരണം ഇവരുടെ തിന്മകളോ ഇവരിലുള്ള ഒരു കുറവുകളും നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് തന്നെ പറയും. നിങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇവരെന്താണ്. ഇപ്പം നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ അനുഭവിച്ച, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ടിരുന്ന പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയം തോന്നാം, അല്ലെങ്കിൽ നിങ്ങൾ വല്ലാത്ത ഒരു ഇമോഷണൽ പരമാകുന്നൊരവസ്ഥയിലേക്ക് മാറാം. കാരണം ആ ഒരു ടൈമിൽ നിങ്ങൾ അവരിൽ ഒരു തെറ്റുകളും അല്ലെങ്കിൽ അവരിൽ ഒരു കുറവുകളും നിങ്ങളോട് അവർക്കുള്ള ആ ഒരു ബിഹേവിയർ, നിങ്ങളോട് അവരെങ്ങനെ പെരുമാറുന്നു എന്നതൊന്നും നിങ്ങൾ ചിന്തിച്ചിരുന്നില്ല. കാരണം നിങ്ങൾ അത്രത്തോളം ഇമോഷണലി അഡിക്റ്റഡ് ആയിരുന്നു ഈ ഒരു പേഴ്സണോടെന്നാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങളിപ്പോൾ ഉൾവലിഞ്ഞപ്പോൾ
ഒരു പക്ഷേ നിങ്ങളെല്ലാത്തിൽ നിന്നും നിസ്സഹായതയുടെ എനർജിയാണ്. അതായത് ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. ഒരു പക്ഷേ നിങ്ങൾക്കൊരു ആക്ഷനൊക്കെ എടുക്കാൻ വീണ്ടും വീണ്ടും സാധിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ശരിക്കും അവരുടെ പിന്നാലെ അവരോട് യാചിച്ചുകൊണ്ടോ അവരുടെ ഫോക്കസ് ചെയ്തോ ഒക്കെ മുന്നോട്ട് പോയേനെ. ഇപ്പം നിങ്ങളൊരു നിസ്സഹായതയിൽ നിന്നപ്പം നിങ്ങൾക്കൊരു പ്രകാശം ലഭിക്കുന്നു, നിങ്ങൾക്കൊരു തിരിച്ചറിവ് വരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതും ഇപ്പം നടക്കുന്നതും ഇനി എന്താണ് വേണ്ടതെന്നുള്ളതുമായ ചില കാര്യങ്ങൾ നിങ്ങളിൽ ഇപ്പം കുറച്ച് മാറ്റം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് അവരെ ശരിക്കും അവരിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. നിങ്ങളുടെ വാല്യൂ മനസ്സിലാകുന്നു. നിങ്ങൾ അവർക്ക് എത്രത്തോളം പ്രകാശമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം മൂല്യവത്തായ വാല്യൂ കൽപ്പിക്കാവുന്ന ഒന്നായിരുന്നു എന്ന് അവരിപ്പം തിരിച്ചറിയുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഡബിൾ എനർജി പ്രസൻസ് ഉണ്ട്. ചിലരെ സംബന്ധിച്ച് നിങ്ങൾക്കിടയിൽ 2 സിറ്റുവേഷൻസുകൾ നിങ്ങൾക്ക് തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. ഒരു പക്ഷേ 2 വ്യക്തികൾ മാര്യേജ് കഴിഞ്ഞ വ്യക്തികളാവാം. അതല്ല എങ്കിൽ റിലീജിയൻ പരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണാം. ഏജ് പരമായിട്ട് നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ ഒരു പൊരുത്തക്കേടിൻ്റെ ചില സിറ്റുവേഷൻസുകൾ കുറച്ചാളുകളുടെ എനർജിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിലേക്ക് നോക്കുമ്പം ഒരു പക്ഷേ അത് നിങ്ങൾക്കിടയിലൊരു ബ്ലോക്കേജ് പോലെ ശത്രുദോഷത്തിൻ്റെ എനർജിയും കാണുന്നുണ്ട് കേട്ടോ. ആരെങ്കിലും നിങ്ങൾക്കിടയിൽ ഒരു ബ്ലാക്ക് മാജിക് പ്രസൻസ് കണക്റ്റ് ചെയ്തിട്ടുണ്ടാവാം കേട്ടോ. അതും ഒരു റിലീജിയൻ പരമാകുന്ന ഒരു പൗരോഹിത്യ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കിടയിൽ ഒരു വിള്ളൽ വരാൻ പാകത്തിനുള്ള ഒരു ബ്ലാക്ക് മാജിക് പ്രസൻസ് മറ്റൊരിടത്തുനിന്ന് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയ സിറ്റുവേഷൻസുമുണ്ട്. അത് പക്ഷേ ഒരു രീതിയിൽ നോക്കുമ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം നിങ്ങളോട് എത്രത്തോളം ആഴത്തിൽ സ്നേഹം വരുമ്പോഴും അവിടെയൊക്കെ എന്തൊക്കെയോ പിരിമുറുക്കങ്ങൾ അല്ലെങ്കിൽ വല്ലാത്ത ഒരു സ്ട്രെസ് എനർജി അവരെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർ സ്വയം അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവാം, അതിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലെ ഒരു ഡബിൾ എനർജി പ്രസൻസ് അവർ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ നിങ്ങളുടെ വിധിയിലും ഈ ഒരു സെപ്പറേഷനും പ്രതിസന്ധികളും പ്രശ്നങ്ങളും കണക്റ്റഡ് ആകപ്പെട്ടതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും 4 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. ഇമോഷണൽ ഈഗോയിൽ നിന്നും അവരെ സംബന്ധിച്ച് വല്ലാത്ത ഒരു കുറ്റബോധവും ഒറ്റപ്പെടലും അവർക്കും ഒരു നിങ്ങൾ അനുഭവിച്ച ആ ഒരു നിസ്സഹായത അവരിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. സെൽഫിഷ് മെൻറ്റാലിറ്റിയൊക്കെ മാറി കേട്ടോ. ഇപ്പോൾ ആരോടും സംസാരിക്കാനും ആരോടും ഒന്നും കണക്റ്റ് ചെയ്യാനൊന്നും പറ്റാത്ത ചെറിയ രീതിയിൽ പറഞ്ഞ ഒരു ഡിപ്രഷൻ മൂഡിലേക്കൊക്കെ അവർക്ക് എല്ലാത്തിനും ഒരു മടുപ്പും വെറുപ്പും ഒന്നും തന്നെ ലൈഫിൽ വേണ്ട എന്നുള്ള ഒരു ചിന്തയും ഒക്കെ കണക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാത്തിരിക്കുന്നുണ്ട്. അതായത് ഒരു ഫ്യൂച്ചർ പ്ലാനിങ് ഒക്കെ മനസ്സിനകത്തുണ്ട്. അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോട് ഒരു വല്ലാത്തൊരു അൺകണ്ടീഷണൽ ലവ് അവരിൽ കണക്റ്റഡ് ആകുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. ഒരു പക്ഷേ ഇതിനകത്തൊരു തേർഡ് പാർട്ടി പ്രസൻസ് കൂടി കണക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളിലേക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും പൂർണ്ണമായിട്ടും കണക്റ്റഡ് ആവാൻ, അതായത് തേർഡ് സിറ്റുവേഷൻസിനെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്ത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവണം എന്നിവർ ആഗ്രഹിക്കുന്നുണ്ട്. കാലം അനുകൂലമായിട്ട് വരുന്നു. നിങ്ങൾക്ക് നേരെയാണ് ഇനി കാര്യങ്ങൾ വരാൻ പോകുന്നത്. കാലം അനുകൂലമായി വരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന നെഗറ്റീവാകുന്ന എനർജികൾ നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നു. അതായത് പ്രതിസന്ധികളും തടസ്സങ്ങളും പ്രശ്നങ്ങളും എല്ലാം ചേഞ്ച് ആകുന്നു. നമ്മൾ ഒരു ഡബിൾ എനർജി പ്രസൻസ് കണ്ടിരുന്നു. അതിനുമെല്ലാം എൻഡിങ് സമയമായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അത് ഫാമിലി എനർജി ആയാലും നിങ്ങളൊരു സ്നേഹബന്ധത്തിലായാലും ഒരു പക്ഷേ നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച വ്യക്തിബന്ധങ്ങളായാലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന നെഗറ്റീവ് സിറ്റുവേഷൻസിൻ്റെ ഒരു എൻഡിങ് ടൈം ആയിരിക്കുന്നു. കാലം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു. നിങ്ങളുടെ സമയവും നിങ്ങളുടെ വ്യക്തിയുടെ സമയവും ചേഞ്ച് ആകുന്നുണ്ട്. ഗ്രോത്താണ് ഇനി നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഒരു പക്ഷേ ഒരു ലോട്ടറി ഭാഗ്യം എന്നൊക്കെ പറയാൻ നമുക്ക്. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങളിലേക്ക് വരുന്നു. കാർമിക്കായതും അല്ലെങ്കിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ചേഞ്ച് ആകുന്നു
തെറ്റിദ്ധാരണകൾ മാറുന്ന സിറ്റുവേഷൻസുകളൊക്കെയാണ് കാണുന്നത്. 7 ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ ബ്ലോക്കൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഇപ്പോൾ ബ്ലോക്കൊക്കെ മാറ്റിയിട്ടുണ്ടാവാം. ഒരു പക്ഷേ നിങ്ങളെ അറിയാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പിന്നെ 9 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ശരിക്കും നിരാശയാണ് കേട്ടോ. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ സംബന്ധിച്ച് അവരെ തളർത്തി കളയുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ, അല്ല നിങ്ങൾ കൊടുത്ത ഒരു സ്നേഹം, നിങ്ങൾ അവരുടെ പിന്നാലെ ചെന്ന ആ ഒരു നിമിഷങ്ങളൊക്കെ ഓർക്കുമ്പം അവർക്കിപ്പോൾ ഒന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് ആവർത്തിച്ച് സ്വയം കുറ്റബോധം അനുഭവിക്കുന്ന അല്ലെങ്കിൽ സ്വയം കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. 10 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷനിൽ പല ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോഴും പുറമേ നിന്ന് പലരുടെയും പ്രസൻസ് കോൺഫ്ലിക്റ്റ് ആയിട്ടുണ്ടായിരുന്നു, തടസ്സം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കിടയിൽ വളരെ ശക്തമായിട്ട് ഫൈറ്റിംഗ് ചെയ്ത ആളുകളുടെ പ്രസൻസ് കാണുന്നുണ്ട് നിങ്ങൾക്കിടയിൽ. അപ്പോൾ ആ ഒരു കർമ്മ എൻഡിങ് അവസാനിക്കുന്നുണ്ട് കേട്ടോ. അതായത് ശത്രുശല്യം നിങ്ങൾക്ക് മാറിക്കിട്ടുന്നു. അത് സുഹൃത്തുക്കളായിക്കോട്ടെ, ഫാമിലിപരമായിക്കോട്ടെ, നിങ്ങൾക്കിടയിലുണ്ടായിരുന്ന ശത്രുതാഭാവത്തിൽ നിന്ന വ്യക്തികളെല്ലാം പിന്മാറുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ എല്ലാം ആ ഒരു ഇൻവോൾവ്മെൻറ്റ് അവസാനിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നൈറ്റ് ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജിയാണ് കേട്ടോ. ഒരു പ്രതിജ്ഞാബദ്ധതയാണ്. നല്ല രീതിയിലുള്ളൊരു തിരിച്ചറിവിലേക്ക് വന്നിട്ടുണ്ട്. അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇപ്പോൾ അവർക്ക് വളരെ കറക്റ്റായിട്ടുള്ള നേരായ ദിശയിലേക്കുള്ളൊരു ഗൈഡൻസ് കൊടുത്തു തുടങ്ങി. അവർ തിരിച്ചറിവിൻ്റെ പാതയിലാണ്. അവർ തിരിച്ചറിയാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഏകദേശം നിങ്ങളുടെ കർമ്മയും ബർഡനും പ്രശ്നങ്ങളെല്ലാം ഇറക്കി വയ്ക്കാൻ സമയമായി. ഒരു പൂർണ്ണതയുള്ള നല്ല ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്കുള്ള ഒരു ഫാമിലി ലൈഫിലേക്ക് നിങ്ങൾക്ക് കാലെടുത്തു വെക്കാനുള്ള സമയമായി. അല്ലെങ്കിൽ ബന്ധങ്ങളിലേക്ക്, ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും നല്ലൊരു ഹെൽത്തും വെൽത്തും നിറഞ്ഞ ഒരു കൂടിച്ചേർന്ന് ഒന്നിലധികം ആളുകളുടെ എല്ലാം പ്രസൻസോട് കൂടിയ ഒരു നല്ല ഒരു റിലേഷനിലേക്ക് ചുവടെടുത്തു വെക്കാനുള്ള സമയമായി. അല്ലെങ്കിൽ നിങ്ങളുടെ സമയം ചേഞ്ച് ആകുന്നു. നിങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ച പല പ്രശ്നങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ ബന്ധങ്ങൾക്കും ഇടയിലുണ്ടായിരുന്നത് അവസാനിക്കാൻ പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ.